ഹായ് ഹലോ നമസ്കാരം. അന്യൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഓണപ്പൂക്കളത്തിന്റെ 5-ാം ദിവസമായാണ് ഇന്ന്. വിശാഖ നക്ഷത്രമാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ എല്ലാരും പൂട്ട് കഴിഞ്ഞ ഒരാളിൽ തന്നെ നമ്മളിതാ പൂ ഇടാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് പൂ പറിക്കണം. അതിന്റെ കൂടെ ഓണം ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകാത്ത ഒരു ഓണം കളക്ഷനിലെ ഒരു മെയിൻ കളറാണ് ബ്ലാക്ക്. എല്ലാ പ്രാവശ്യവും ഒരു ബ്ലാക്ക് കളറുള്ള സെറ്റും കൊണ്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല അല്ലെ. ഞാൻ ഇവിടെ ഇന്ന് കോട്ടൺ ഖാദീന്റെ ബ്ലാക്ക് ബോർഡർ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയൊരു ഡിസൈൻ പോലത്തെ ഒരു ബോർഡർ ആണ് ഇതിന്റെ വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനോട് തന്നെ ഞാൻ ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് പെയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ കയ്യിൽ നല്ല കറുപ്പ് കുപ്പി വളയും കാതിലൊരു ജിമിക്കി കമ്മലും അതിന്റെ കൂടെ ഒരു ചെറിയ നെക്ക് പീസുമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തനി നാടൻ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട്, കുറച്ച് മുടിയൊക്കെ പിന്നിയിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ഈ ലുക്ക്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ ഞാനിത് ഇവിടെ പൂ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എത്ര മോഡേൺ ഡ്രസ്സ് വന്നാലും സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ഓണം ക്രിയേഷൻ വന്നു കഴിഞ്ഞാലും 1% ആൾക്കാർക്ക് അന്നും ഇന്നും എന്നും ഇഷ്ടം സെറ്റും കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഖാദീന്റെ കോട്ടൺ സെറ്റും കൊണ്ടുകൾ അല്ലെ. അധിക ആൾക്കും എന്താ പറയാ, ഓണക്കൂടിയായിട്ട് നമ്മൾ ഗിഫ്റ്റ് നൽകുന്നത് ഖാദീന്റെ സെറ്റും കൊണ്ടുകളല്ലേ. അതിൻ്റെ അകത്ത് ഈ ഗ്രീൻ ബ്ലാക്ക് ഒക്കെ എപ്പോഴും എന്താ പറയാ ഫേവറേറ്റ് കളറിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകാത്ത ഒരു കളറാണ് ഓണത്തിന്റെ എന്ന് തന്നെ പറയാം അല്ലെ. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റിൽ പറയണം കേട്ടോ. അതിന്റെ കൂടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഗെറ്റ് റെഡി വീഡിയോ വേണ്ടെങ്കിലും കമന്റിൽ പറഞ്ഞോളൂ. കഴിയുകയും ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ എടുക്കാൻ ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ 1% ആൾക്കാർക്ക് സെറ്റ് മുണ്ടാ ഇഷ്ടം. പക്ഷെ ചില ആൾക്കാർ സെറ്റ് സാരി തന്നെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? സെറ്റ് മുണ്ടാണോ സെറ്റ് സാരിയാണോ? അത് പറഞ്ഞില്ലല്ലോ. എന്റെ ചോയ്സ് പറയുകയാണെങ്കിൽ എനിക്ക് സെറ്റ് മുണ്ടാട്ടോ, സെറ്റ് സാരിയെക്കാട്ടി ഇഷ്ടം. അതെന്താന്ന് വെച്ചാൽ അറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളത് കോട്ടൺ സെറ്റ് മുണ്ടും ഇഷ്ടം, അതുപോലെ ടിഷ്യൂന്റെ സെറ്റ് മുണ്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മളെ സെറ്റുമുണ്ടിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാന്നല്ലേ. ചില സ്ഥലത്ത് കേരള സെറ്റുമുണ്ട്, ചില സ്ഥലത്ത് മുണ്ടും നേരിയതും, മുണ്ടും വേഷ്ടിയും, മേലാടിയും മുണ്ടും, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് നമ്മൾ ഈ കേരള സെറ്റുമുണ്ടിന്. നിങ്ങളെ സ്ഥലത്ത് എന്ത് പേരിലാണ് സെറ്റുമുണ്ടിനെ അറിയപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് അറിയുന്ന പേരുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലും കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്തായാലും നമ്മൾ സെറ്റുമുണ്ടിനെ പറ്റിയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ കാര്യം പറഞ്ഞു കേട്ടെ. ഞാനിപ്പോ അടുത്തായിട്ടോ പറഞ്ഞത്, 19th സെഞ്ചുറി മുതലാ പോലും നമ്മളെ സെറ്റുമുണ്ട് വന്നത്. അത് മഹാരാജാവ് ബാലരാമ വർമ്മേന്റെ ടൈം. എന്നിട്ട് ഇത് വികസിപ്പിക്കാനും കുറച്ച് ഗോൾഡൻ ജെറിയില് ചെയ്യാനും വേണ്ടിയിട്ട് തമിഴ്നാട്ടിലുള്ള വീവേഴ്സിനെ കൊണ്ടുവന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ ഖാദീന്റെ കോട്ടൺ സെറ്റും ഉണ്ടാവുള്ളൂ ഇവർ ആദ്യം നെയ്തെടുത്തത്. എന്നിട്ട് അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വീവേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായത്. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് അറിഞ്ഞൊരു അറിവാണ്. എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ തോന്നിയോണ്ട് പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയെങ്കിൽ എന്നോട് കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ 5ാമത്തെ ദിവസത്തെ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീരീസ് സീസൺ 2 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.